എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒഫീഷ്യലായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ ആദരണീയനായ CSMB ചാണക്യൻ അല്ലെങ്കിൽ ബുദ്ധി കേന്ദ്രം മാർക്കറ്റിംഗ് മാനേജർ എബിൻ റോയ് സാർ, CSM ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരെയും ഒഫീഷ്യലായി ഞാൻ ഈ സായാഹ്നത്തിലേക്ക് ക്ഷണിക്കുന്നു. Yes, without much further ado, I do welcome all of them to this wonderful event. Welcome everyone, sir. എല്ലാവരും കൈയടിക്കൂ. സന്തോഷകരമായ ഈ ദിവസത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ് എല്ലാവർക്കും അറിയില്ലേ? എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? എന്താ അറിയോ? It's a celebration. What is that celebration? It's a huge big number we have achieved. What is that number? It's a number that is none other than 10,000. What is that 10,000? We have achieved something here today. We are going to give some phenomenal congratulations for many people here, present here. So this is going to be something big. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലേ? അങ്ങനെയല്ലേ പറയാ? എല്ലാവരും കേട്ടിട്ടില്ലേ? ആ ആരോഗ്യത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുർക്കുമ എലിക്സർ. ഈ അമൃത് പോലെ പ്രകൃതി നമുക്ക് നൽകിയ ഈ സംഭവം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയ അതിന്റെ സ്വീകാര്യതയാണ് നമ്മളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. 10,000 കുർക്കുമ 10,000-ലധികം ആളുകളിലേക്ക് എത്തിച്ച തൃശൂർ ജില്ലയിലെ 44 കുർക്കുമ മാലാഖമാരെ, ഒരുപാട് ആളുകളെ ആരോഗ്യ രീതിയിലേക്ക് കൈപിടിച്ച് നയിച്ച ആ 44 മാലാഖമാരെ നമ്മൾ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. Yes, the 44 angels who have brought a great change in the lives of people. It is not a small change. It's a big change. Wellness is not a small word. It's a big word. It goes from the small, very small child to the old age people. Nowadays, health has become a great issue because we are facing so many climate changes, so many things everywhere. Everywhere we are doubtful regarding what we are eating. So in this era, a thing like kurkuma is going to bring a meticulous change. So let's be very thankful for all the people who are behind this and who are trying to reach out that beautiful thing to us. All the beautiful souls who have been helping this great mission, I do hereby show my gratitude. Gratitude is not a small word, it's a big word. I show from the bottom of my heart the gratitude for creating such huge success in the wellness era. Thank you. ആദ്യമായി പ്രാർത്ഥന. എല്ലാവരും ഒരു ഹൃദയരാഗ ചന്ദ്രിമീട്ടി സ്നേഹഗീതം മേഘിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേഘിയും ഹൃദയരാഗ തന്ത്രിമീട്ടി സ്നേഹഗീതം മേഘിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേഘിയും നമ്മൾ വാഴും ആവിനാമം ഇന്ന് വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ
വിജയം എന്ന് പറഞ്ഞാൽ ലഘുവായ എല്ലാ ഘടകങ്ങളും, വളരെ ചെറിയ എല്ലാ ഘടകങ്ങളും കോർത്തിണക്കി ആ സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ മനോഹരമായ ഒരു വ്യക്തിത്വത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഏറ്റവും ECSM ഫാമിലിയെ ഒരു ചരടിൽ അതിമനോഹരമായി കോർത്തിണക്കി അത്രയും ഭംഗിയാക്കി ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സ്ഥാപനത്തിന്റെ കപ്പിത്താൻ, ക്യാപ്റ്റൻ, എല്ലാവരുടെ വിജയത്തിന്റെ പിന്നിലും ഉള്ള ഒരേ ഒരു വ്യക്തി നമ്മുടെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ ബിജോയ് സെബാസ്റ്റ്യൻ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. സാറിന് നിങ്ങളോട് രണ്ട് വാക്ക് എന്തായാലും സംസാരിക്കാനുണ്ടാവും, ഒരുപാട് പറയാനുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ. സാറിന് ഞാൻ ഈ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. നമസ്കാരം. അല്ല അതില് പാടിയിട്ട് ശരിയാണോ? 1.5 വർഷമായുള്ള നമ്മുടെ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ട് ഈ 1.5 വർഷം കൊണ്ട് തന്നെ നമുക്കാർക്കും അഭിമാനിക്കാവുന്നതും എന്നാൽ മറ്റുള്ളവർക്ക് അസൂയപ്പെടാവുന്നതുമായ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇൻഡസ്ട്രി, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഇന്ന് 100% നിയമപരമായ ഒരു ബിസിനസ്സായിട്ട് മാറിക്കഴിഞ്ഞു. അതോടൊപ്പം വലിയ തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഈ മേഖല മാറിക്കഴിഞ്ഞു. ഇന്ന് ജനങ്ങളെല്ലാം ഈ ഒരു ബിസിനസിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. നമുക്കറിയാം, ഈ ഒരു ബിസിനസ് മോഡലിൽ ജനങ്ങൾ കുറച്ച് വർഷം മുമ്പ് രീതിയിലായിരുന്നു. എന്നാൽ ഇന്നതെല്ലാം മാറി. കാരണം നമുക്കറിയാം, ഓരോ ദിവസവും നമ്മുടെ ചെലവുകൾ വർദ്ധിക്കുന്നു, അതനുസരിച്ച് നമ്മുടെ വരുമാനങ്ങൾ കൂടുന്നില്ല. അപ്പൊ അതിന് പരിഹാരമായിട്ട് ഗവൺമെന്റും അല്ലെങ്കിൽ മറ്റു പല ഏജൻസികളും എല്ലാം ഏറ്റവും ശക്തമായിട്ട് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ആണെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഈ ബിസിനസ് മോഡലിനെ വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷം തരുന്ന മറ്റൊരു കാര്യം. അതോടൊപ്പം ഈ 1.5 വർഷം കൊണ്ട് നമുക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, നമ്മളിപ്പോ നമ്മുടെ ഓൺ മാനുഫാക്ചറിംഗിലേക്ക് നമ്മുടെ കുർക്കുമ, എലിക്സർ ഉൾപ്പെടെ നമ്മുടെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഓൺ മാനുഫാക്ചറിംഗ് ഈ ജില്ലയിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. തുടക്കത്തിൽ ശരിക്കും ഇവിടെ തുടങ്ങാനല്ലായിരുന്നു, കോട്ടയം ജില്ലയിൽ എനിക്ക് എന്റെ വീടിന്റെ അടുത്ത് തുടങ്ങാന്നുള്ള ഉദ്ദേശം. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് കരുതി അവിടെ കെട്ടിടങ്ങളൊക്കെ എടുത്തതായിരുന്നു. ആ കെട്ടിടമൊക്കെ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് അനുകൂലമായ ഒരു സാഹചര്യം, അല്ലാതെ ഇവിടെയുള്ള ആളുകൾ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം എന്തോ അത് ഇവിടെ തന്നെ സംഭവിച്ചു. അതിന്റെ അതോടൊപ്പം നമ്മൾ നേരത്തെ എടുത്ത കെട്ടിടത്തിൽ ഓൾറെഡി നമ്മളുടെ പൾസ് ഐറ്റംസും അല്ലെങ്കിൽ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി പോലെയുള്ള അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മളുടെ ഓൺ ബ്രാൻഡിൽ ആക്കാനുള്ള ഒരു പദ്ധതി അവിടെ ഓൾറെഡി ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനു മുമ്പ് ഒരു കമ്പനി, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മജോറിറ്റി ആളുകൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ ധാരാളം പരിചയമുള്ള ആളുകളുണ്ട്. 15, 20, 25 വർഷമൊക്കെ പരിചയമുള്ള ആളുകൾക്ക് അറിയാം, ഇതിനു മുമ്പ് ഒരു കമ്പനിയും ഈ ഒരു സമയത്തിനുള്ളിൽ പറയുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ആംബെ എന്നൊരു പെയിന്റിംഗ് കമ്പനിയിലാണ്. 1998 മെയ് 5 ഡേറ്റ് ഇപ്പോഴും കൃത്യമാണ്, വ്യക്തമാണ്. ആ കമ്പനി, അതായത് ലോകം മുഴുവൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു കമ്പനി ഒരു രാജ്യത്തേക്ക് വന്നപ്പോൾ വെറും 150 സ്ക്വയർ ഫീറ്റ് പോലും കഷ്ടിയുള്ള എറണാകുളത്ത് ഒരു റൂമിലാണ് തുറന്നു കുറിച്ചത്. ശരിയല്ലായിരുന്നു സാറിനൊക്കെ അറിയാം. അതിനുശേഷം 20 വർഷം കഴിയുമ്പോഴാണ് ഓൺ മാനുഫാക്ചറിംഗിലേക്ക് ചിന്തിച്ചോളൂ. 20 വർഷം കഴിഞ്ഞെങ്കിൽ നമ്മളെ പോലെ ഒരു കമ്പനി, ഈ ഒരു കൂട്ടായ്മയ്ക്ക് 1.5 വർഷത്തിനുള്ളിൽ തന്നെ 2 ഫാക്ടറികൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും
ഇവിടുന്ന് മാത്രം ഞാൻ പറയുന്നില്ല, അതിൽ മജോറിറ്റി ധൈര്യം കിട്ടുന്നത് തീർച്ചയായിട്ടും തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, കേരളത്തിലെ ബിസിനസ്സുകാരിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരും ഏറ്റവും കൂടുതൽ അഹങ്കാരികളാകുമ്പോൾ അല്ലെ, ഏറ്റവും കൂടുതൽ മുന്തിയ വാഹനം അല്ലെ, ലക്ഷറി വണ്ടികൾ ഏറ്റവും കൂടുതലുള്ള തൃശ്ശൂർ ജില്ലയില്, ഏറ്റവും കൂടുതൽ പണക്കാരുള്ളത് തൃശ്ശൂർ ജില്ലയില്, കേരളത്തിലെ ബിസിനസ് പ്രമുഖരെല്ലാം തൃശ്ശൂരുകാര് അല്ലെ, കൾച്ചറൽ സിറ്റി എല്ലാം കൊണ്ടും ഏറ്റവും നല്ല മനുഷ്യര് അല്ലേ.